SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിൽ അപാകതയില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ CPI നേതൃത്വത്തിന് അതൃപ്തിയെന്ന് വാർത്ത. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ രീതി ശരിയായില്ല എന്നാണ് CPIയുടെ വിലയിരുത്തൽ. യാത്രാവിവാദത്തിൽ തെളിയുന്നത് തൊട്ടുകൂടായ്മയുടെ വികൃത മുഖമാണെന്ന് SNDP യോഗം മുഖമാസിക യോഗനാഥത്തിൽ ഇന്ന് വിമർശനവും വന്നു. ശ്രീജിത്ത് തിരുവനന്തപുരം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. യോഗനാഥത്തിന് പിന്നെ അതല്ലാതെ മറ്റെന്താണ് ശ്രീജിത്തെ പറയാൻ കഴിയുക? SKN ഗുഡ് മോർണിംഗ്. ശരിയാണ്, യോഗനാഥത്തിന് SNDP യോഗത്തിന്റെ മുഖമാസിക എന്ന നിലയ്ക്ക് SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളെ പിന്തുണയ്ക്കാത്ത തരമില്ല. എങ്കിലും ആ കാര്യത്തിൽ CPIയെ കൂടി വിമർശിച്ചുകൊണ്ടുള്ള ഒരു മുഖപ്രസംഗം വന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയമായ പ്രസക്തി. യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രി ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്ത സംഭവത്തെ വിവാദമാക്കുന്നത് തൊട്ടുകൂടായ്മയുടെയും പഴയ അയിത്ത ബോധത്തിൻ്റെയും വികൃത മുഖമാണ് അത് തെളിയിക്കുന്നത് എന്നതാണ്. മാത്രമല്ല, ഇത്തരത്തിൽ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ച 78 വർഷമായിട്ടും ഇത്തരത്തിൽ അയിത്തവും മറ്റും നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവായി കൂടിയാണ് ഇത്തരം അപഹാസ്യകരമായ ചർച്ചകളെ തങ്ങൾ കാണുന്നത് എന്ന അഭിപ്രായവും എഡിറ്റോറിയലിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു ന്യൂനപക്ഷ നേതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവോ ആണ് മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ യാത്ര ചെയ്തിരുന്നെങ്കിൽ ഇത്തരം വിവാദം ഉണ്ടാകുമായിരുന്നോ എന്ന ചോദ്യവും ഈ യോഗനാഥത്തിൻ്റെ എഡിറ്റോറിയലുണ്ട്. ഇതോടൊപ്പം CPIക്കെതിരായ വിമർശനമുണ്ട്. ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങളാണ് CPIഎമ്മിൻ്റെയും CPIയുടെയും നട്ടെല്ല് എന്ന് അത് CPIഎമ്മിന് ബോധ്യമുള്ളതുകൊണ്ടാണ് CPM സമുദായത്തെ പിന്തുണയ്ക്കുന്നത്. എന്നാൽ CPIയുടെ നവനേതൃത്വത്തിന് ഇപ്പോൾ ആ ബോധ്യമില്ല എന്ന വിമർശനമാണ് യോഗനാഥം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ കാർ യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെയും തന്റെ നിലപാട് ആവർത്തിച്ചിരുന്നു. കാർ യാത്രയിൽ അപാകതയില്ല എന്ന തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നാണ് പിണറായി വിജയൻ അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞ രീതിയോട് CPI നേതാക്കൾക്ക് എതിർപ്പുണ്ട് എങ്കിൽ പോലും അതിലൊരു പരസ്യ പ്രതികരണത്തിലേക്ക് അവർ വരുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.